ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു വെച്ച് ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ പച്ച ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട്. ചുമന്ന ഈ ഒരു തൊലി കൂടെ കളഞ്ഞെടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതുകൂടെ കളഞ്ഞിട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് കളഞ്ഞിട്ടില്ല. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു 3ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 6-7 വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ആ ഒരു ചക്കക്കുരു തന്നെ 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്ത് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എത്രത്തോളം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ ഇതുപോലെ കുടഞ്ഞിട്ട് കാണിച്ചു തരാം. നമുക്കിതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ കുടഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല തരി തരിയായിട്ടാണ് പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി 3 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് റവ കൂടെ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത റവ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഉണക്കമുളകോ പച്ചമുളകോ കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഒരു എരിവിന് വേണ്ടിയിട്ട്. ഞാനിവിടെ ഉണക്കമുളകാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ 1/4 ഭാഗം മുറിച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇത്രയും ആയ ശേഷം നമുക്കൊരു സ്പൂൺ കൊണ്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം പിന്നീട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. അതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ കണക്കൊന്നും പറയുന്നില്ല. നമുക്ക് കയ്യിലൊക്കെ പിടിച്ച് ഒന്ന് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു തരത്തിലേക്ക് മാവ് നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ ടൈറ്റായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലെ കയ്യിലൊന്ന് ബോൾസാക്കി എടുത്തതിന് ശേഷം ഒരു വട ഷേപ്പിൽ ഞാനിതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലുള്ള പരന്ന ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ബോൾസ് ആക്കിയിട്ടുള്ള ഷേപ്പിലാണ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ ആവിയിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പച്ച ചക്കക്കുരു ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആവിയിൽ വേവിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറയുന്നത്. ഈ ഒരു ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് അകമൊക്കെ വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഈ ഒരു ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ വിട്ടു പോവും. ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലെയിമിൽ തന്നെ നമ്മളിത് വെച്ച് കൊടുത്തിട്ട് എത്ര എണ്ണമാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്രയും ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുക. എങ്കിൽ മാത്രമേ അതിൻ്റെ അകം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സൈഡ് വെന്ത് കിട്ടിയ പോലെ തന്നെ ഇനി താഴത്തെ ഭാഗം കൂടി വെന്ത് കിട്ടണം. പെട്ടെന്നൊന്നും വെന്ത് കിട്ടത്തില്ല, കുറച്ച് ടൈം എടുക്കും. കാരണം നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആദ്യം ഒഴിച്ചെടുത്തിട്ടുള്ള അതേ എണ്ണ തന്നെ പിന്നീടും ഉണ്ട്. ഞാനിപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇനി ചക്കക്കുരുവൊക്കെ കിട്ടിയാൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.